കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തകരയില തോരൻ വെച്ചാലോ? ഇഷ്ടം പോലെ തകരയിലുണ്ട്. കുറച്ച് തോരൻ വെച്ചാലോ? കാണിച്ചു തരാവേ. തകരയില ഇഷ്ടം പോലെ ഇലയുണ്ട്. നല്ല വിറ്റാമിൻ ഉള്ളതല്ലേ. അപ്പം ഇന്ന് ഇത് തോരനാക്കാം. ഫുള്ള് തകരയില. മഴയൊക്കെയല്ലേ, വിറ്റാമിനുള്ള സാധനങ്ങൾ കഴിക്കാം അല്ലേ. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ കഴിക്കുന്നല്ലേ. നല്ല തളിർത്ത് നിൽക്കുക. കുറച്ചൊരു തോരൻ വെച്ചാൽ സൂപ്പറായിരിക്കും. തകരയില കുറച്ച്, പിന്നെ കുറച്ച് അതിലിടാനുള്ള കാന്താരി മുളകും കൂടെ, അല്ല പച്ചമുളക് പറിക്കണ്ടേ. കാന്താരി അല്ല, പച്ചമുളക്. കാന്താരി ഉണ്ട്, പച്ചമുളക് പറിക്കാം നമുക്കിപ്പം. രണ്ടു മൂന്നെണ്ണം ഞാൻ പറിച്ചു, പിന്നെ ബാക്കി കൂടെ പറിക്കുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നതാണ്. പച്ചക്കറിയും കഴിഞ്ഞു, പച്ചമുളകുണ്ട് കുറച്ച്. അപ്പോൾ അതെല്ലാം പറിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കൂടെ കാണിക്കാം. നേരത്തെ പറിച്ച തകര നമുക്ക് അരിയാം. പച്ചമുളക് ഇവിടെ തന്നെ പറിച്ചെടുത്ത പച്ചമുളകാണ്. അധികം എരിവായ മക്കൾ കൂട്ടില്ല. അല്ലെങ്കിൽ മക്കൾ കൂട്ടില്ല. നല്ല എരിവിൻ്റെ പേരും പറഞ്ഞായിരിക്കും പിന്നെ കൂട്ടാതിരിക്കുക. അധികം ഉള്ളി എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് പകുതി മതി. ഞാൻ അടുപ്പിട്ട് വെക്കാം നമുക്ക്. തേങ്ങയും ചരണ്ടിയും മഞ്ഞളും ഉപ്പൊക്കെ ചേർത്ത് കാണിക്കാൻ പറ്റത്തില്ല. അത് ചേർത്താട്ടോ ഈ ഒരു വേഗം തന്നെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് വിചാരിക്കല്ലേ. ഇനി വേവട്ടെ. തകരയില തോരൻ റെഡി. കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. തകരയില നന്നായിട്ടുണ്ട്. എല്ലാവരും ഇത് വെച്ച് നോക്കണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.